ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയുന്ന ഒരു കസ്റ്റമർ റോമിനെ പറ്റിയാണ്. അത് തന്നെ ഈ കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ആക്കൽ പറയുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓവറോൾ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന മിക്ക സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നോക്കിയാലും അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഭയങ്കര മോശമാണ്. ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പറയുകയാണെങ്കിൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നോക്കിയാൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ തരും, പക്ഷേ ആ അപ്ഡേറ്റ് വഴി നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡ് അടിച്ചു പോകും, ക്യാമറ അടിച്ചു പോകും, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. സോ കസ്റ്റമർ റോംസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്ന ഒരു പിക്സൽ ഓയിസ് പറഞ്ഞൊരു കസ്റ്റമർ റോമാണ്. ഇത് റെഡ്മി നോട്ട് 10 പ്രോവിനുള്ള ഒരു കസ്റ്റമർ റോമാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ സെയിം പോർട്ട് തന്നെയാണ്. ഗൂഗിൾ പിക്സൽ എന്തൊക്കെയുണ്ടോ അതേ സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് വളരെ ക്ലീനും റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്നത്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് 13 റൺ ചെയ്യുന്നത്. നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കി വെച്ചാൽ കാണാം, ആൻഡ്രോയിഡ് 13 തന്നെയാണ്. ആൻഡ് ഇവിടെ സെക്യൂരിറ്റി ബാച്ച് വരുന്നത് ജൂലൈ 23 വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താ വെച്ചാൽ ഇതിൽ ക്യാമറ ആപ്പ് പറയുന്നത് നമ്മുടെ MIUI ക്യാമറ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാമറൻ്റെ കാര്യത്തിൽ അങ്ങനെ സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ MIUI ക്യാമറേൻ്റെ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ്? ഈ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. ഇപ്പോൾ ട്രെയിനിങ് ഇഷ്യൂ ആയാലും അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് മാത്രം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ലേറ്റസ്റ്റ് വാൾപേപ്പേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഐക്കൺസിൻ്റെ തീം നമുക്ക് വേണമെങ്കിൽ മാറ്റാം വാൾപേപ്പറിനനുസരിച്ച്. അപ്പോൾ അതും ഇവിടെ വർക്കിംഗ് ആണ്. പിന്നെ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഇതിൻ്റെ UP ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യുമെന്ന്. UP ആപ്ലിക്കേഷനൊക്കെ സുഖമായി വർക്ക് ചെയ്യും, അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഇത് സേഫാണോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ഈ കസ്റ്റമർ റോംസ് പറയുന്നത് ഓപ്പൺ സോഴ്സാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഡ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടൊരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നേ. പിന്നെ ഈ കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ കസ്റ്റമർ റിക്കവറിയും ഫ്ലാഷ് ചെയ്യണം. ആൻഡ് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, കാരണം ഇത് വീഡിയോ പിന്നെ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ആകാശ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് റൂട്ട് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട്.